കടലയും മുട്ടയും കൂടെ ചേർത്തൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും കഴിക്കാം. മാത്രമല്ല ഇപ്പോൾ മഴയില്ലേ, അപ്പോൾ ഈവനിങ് ഒരു ചായയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ കോരി കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടായപ്പോൾ കോക്കനട്ട് ഓയിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും സവാള പച്ചമുളക് കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ആ സമയം കൊണ്ടൊരു 4 മുട്ട നമുക്ക് കുറച്ച് ഉപ്പിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ലേ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം തമ്മിലൊന്ന് ഒതുക്കിയ ശേഷം അതിലേക്ക് നമ്മൾ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ പതുക്കെ പതുക്കെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് ഇതെല്ലാം തമ്മിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത്, നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണേ. ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക. ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതോടെ നമ്മുടെ ഡിഷ് ഇവിടെ തയ്യാറായി. വളരെ ടേസ്റ്റിയാണ്, വെറുതെ ഇങ്ങനെ കോരി കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.